ഹായ് ഗൈസ്, അങ്ങനെ കുറച്ചു നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗായിട്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ യാത്ര കാക്കനാട് എന്ന് പറയുന്ന അതിമനോഹരമായ നാട്ടിലേക്കാണ്. സോറി ട്ടോ, ഞാൻ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറി. ബൈ ദ ബൈ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി കാക്കനാടേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ എന്റെ കൂടെ മോൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇടയ്ക്ക് വെച്ച് കുറച്ചുപേരും കൂടി ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോ ഇച്ചാന്റെ വലിയൊരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നത് വേറെ ഒന്നല്ല ഗൈസ്, ഇച്ചായൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചു മോഹിച്ച ഒരു അംബാസിഡർ ഇന്ന് വാങ്ങാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഇച്ചായന്റെ കൂടെ നടന്ന് മോനും അംബാസിഡർ കാറിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ. അങ്ങനെ പോവാൻ പോണേ. എന്ത് കാറ്? ചച്ചുവിന്റെ ഫേവറേറ്റ് കാറാണ് അംബാസിഡർ അല്ലേ ചച്ചു? അങ്ങനെ ഇച്ചായന്റെ കൂടെ നടന്ന് മോനും അംബാസിഡർ കാറിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ എന്നെയും മോനെയും പിക്ക് ചെയ്യാനായിട്ട് അവര് വരും. അവരെന്ന് പറഞ്ഞാല് ഇച്ചായനും അപ്പച്ചനും മാമനും, ദിൽജത്തിന്റെ മാമനെ. ഇച്ചായന്റെ മനസ്സിലെ അംബാസിഡർ മോഹത്തെ സഫലമാക്കാൻ സഹായിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് കേട്ടോ ദിൽജത്തും മാമനും. അവർക്ക് ഈ സാഹചര്യത്തിൽ നന്ദി അർപ്പിക്കുന്നു. നന്ദിയുണ്ടേ. അങ്ങനെ പറഞ്ഞു തീർന്നില്ല, ദാ അവര് വരുന്നു ഗൈസ്. ഞങ്ങള് അങ്ങനെ കേറിട്ടോ. ദാ ഇച്ചായന്റെ മുഖത്ത് ആ ചിരി കണ്ടോ ഗൈസ്? ചിരിയോട് കൂടിയുള്ള ഇരിപ്പ് കണ്ടോ? എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തതാ അംബാസിഡർ കിടക്കുന്ന ആ വീട്ടിലെത്തി. ദാ ആ കാണുന്നതാണ് ഇച്ചായം വാങ്ങാൻ പോണ അംബാസിഡർ. കിടക്കുന്ന കിടപ്പ് കണ്ടാ എന്താ ഒരു പ്രൗഢി. ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ടാല് അത് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുമെന്ന്, അത് തന്നെയാണ് കുറച്ച് സമയത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. ദാ ആ റെഡ് ഷർട്ട് ഇട്ട ചേട്ടനാണ് കേട്ടോ അംബാസിഡറിന്റെ ഓണർ. KRF 8219, അതാണ് കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ. പഴയ രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നും. ഈ പഴയ വണ്ടി, അതും 1979 മോഡൽ, അതിനുള്ള ഒരു ഉത്തരമേ എന്റെ കയ്യിലുള്ളൂ: ഇച്ചായന്റെ വണ്ടികളോടുള്ള പ്രണയം. അങ്ങനെ ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷ ചേട്ടനെ ക്യാഷ് ഒക്കെ സെറ്റിൽ ചെയ്ത് വിട്ടുട്ടാ ഗൈസ്. ദേ ഈ കിടക്കണ വണ്ടിയാണ് കേട്ടാ കോണ്ടസ. അതും ആ റെഡ് ഷർട്ട് ഇട്ട ചേട്ടന്റെ വണ്ടിയാണ് കേട്ടോ. മോന ആ വണ്ടിയുടെ സൈലൻസറൊക്കെ വിളിച്ച് എന്നെ കാണിച്ചു തരാണ് കേട്ടോ. ചന്ദ്രലേഖ സിനിമയില് നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന കോണ്ടസ കാറില്ലേ, അതാണ് ഈ കിടക്കണ കോണ്ടസ കാറ്. അങ്ങനെ കാറിന്റെ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ നേരെ അകത്തേക്ക് കേറിട്ടാ. അടുത്തതായിട്ട് ക്യാഷ് കൊടുക്കൽ ചടങ്ങാണ്. അപ്പച്ചൻ കിഴക്ക് ഭാഗമൊക്കെ ചോദിച്ച് ആ ഭാഗത്തോട്ട് നീങ്ങിന്ന് ക്യാഷ് കൊടുക്കലും താക്കോൽ വാങ്ങൽ കർമ്മവും അങ്ങോട്ട് നിർവഹിച്ചു. ആ സമയത്ത് എല്ലാരും സന്തോഷിച്ചിരിക്കണ നേരത്തെ എന്റെ മോന്റെ സംശയം: അപ്പച്ച, ഈ കസേര എന്താ ഇങ്ങനെ? കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ ആദ്യമായിട്ടാണ് അവന്റെ ജീവിതത്തിൽ ഈ കസേരയൊക്കെ കാണുന്നത്. 2K കിഡ്സിന്റെ ഒക്കെ ഒരു കാര്യേ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. അങ്ങനെ കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. അംബാസിഡർ കാറിന്റെ മുന്നിൽ വെച്ച് വീണ്ടും താക്കോൽ ദാനകർമ്മം ഒന്നുകൂടെ നിർവഹിച്ചു. ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തു. അതും കഴിഞ്ഞ് ഇച്ചാൻ അപ്പച്ചന്റെ കൈയും പിടിച്ചതാ കാറിൽ കൊണ്ടുപോയി ഇരുത്തുന്ന സീനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഗൈസ്. എനിക്കത് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ. പുറയതാ പുത്രനും കൂടി കയറി അപ്പച്ചന്റെ മടിയിൽ സ്ഥാനം പിടിച്ചിട്ടാ. അപ്പൊ അങ്ങനെ അംബാസിഡർ വാങ്ങിയ സന്തോഷത്തില് ആ ചേട്ടനോട് യാത്രയും പറഞ്ഞ് ഇറങ്ങുവാണേ. മാമനാണ് കേട്ടോ വണ്ടി ഓടിക്കാൻ പോണത്. അങ്ങനെ ഇച്ചാനോട് വണ്ടി കയറിയിരിക്കാൻ പറഞ്ഞു. പ്രൗഡ് മൊമെന്റ്. ഇന്ന് വെളുപ്പിനെ 5:30 മണിക്കാണ് ഈ വണ്ടി ആദ്യമായിട്ട് ഇച്ചാൻ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ ഈ വണ്ടി വാങ്ങുകയും ചെയ്തു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ വണ്ടിയോടുള്ള ഇഷ്ടം എത്രമാത്രം ഉണ്ടെന്ന്. അടുത്തതായി ഞാനും കൂടി അങ്ങ് കയറിയിട്ട് വണ്ടി അങ്ങ് എടുക്കുവാണേ. ഓക്കെ ചേട്ടാ, ടാറ്റ, ബൈ ബൈ, സീ യു. കാറിൽ കയറിയിട്ട് ഇച്ചാന്റെ ഒരു സന്തോഷം കാണണമായിരുന്നു. അപ്പൊ ഞാൻ ഇച്ചാനോട് ചോദിച്ചു, എന്തുകൊണ്ട് അംബാസിഡർ? ഉത്തരം പറഞ്ഞില്ല. കാരണം ഈ ഉത്തരം ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ അത് വണ്ടീനെ ഒന്ന് സൗമ്യമായിട്ടൊന്ന് തടവി കാണിച്ചു. നമ്മുടെ കൂടെയുള്ളവരുടെ ആഗ്രഹങ്ങൾ സഫലമാവുമ്പോഴേ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷമില്ലേ, ആ ഒരു സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും. അങ്ങനെ ഇച്ചായന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷം നിങ്ങളോടും ഷെയർ ചെയ്യുന്നു. താങ്ക് ഗോഡ്.